ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ അടിപൊളി ഒരു റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ലാസ്റ്റ് വരെ ഒന്ന് കാണണം. അതുപോലെ തന്നെ ഇന്ന് മക്കളെ സ്കൂളിലോട്ട് വിട്ടാക്കുന്നതിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും അവർക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി. അപ്പോൾ അങ്ങനെ അവർ പോയി കേട്ടോ. അപ്പോഴേക്കും ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർ പോകുമ്പോഴത്തേനും വീട് ഒരു അലങ്കോലാക്കി ഇട്ടിട്ടേ പോവുള്ളൂ. അപ്പം ഞാൻ വേഗം അതെല്ലാം ഒതുക്കി പെറുക്കി വീടൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനുള്ള സെറ്റപ്പിൽ പോവുകയാണ്. പിന്നെ ചവിട്ടിയൊക്കെ എടുത്ത് നല്ലോണം കുടഞ്ഞു കേട്ടോ. നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ വാതിൽ വെറുതെ അടയുന്നത് കാരണമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ചവിട്ടിനെ കൊണ്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുമ്പശൊക്കെ വേഗം ഒന്ന് അടിച്ച് വിട്ട് പിന്നെ അതിന് ശേഷം നല്ലപോലെ ഒന്ന് തുടച്ചു എടുത്തു കേട്ടോ വീട്. പക്ഷേ നമ്മൾ ഈ രാവിലെ കാണുന്ന വൃത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം സ്കൂൾ വിട്ടൊന്നും ഈ വൃത്തിയൊന്നും കാണൂല. അത് നന്നായി ഒന്ന് ടയേർഡായി. അപ്പോൾ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചു. അപ്പോഴേക്കും നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അരിയുണ്ടയാണ്. അതിന് വേണ്ടി നല്ലോണം അരി നന്നായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നാക്ക് സ്ലിപ്പായി പോയതാണ് ഇടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അരിയൊക്കെ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. കാരണം ചൂടോടെ നമ്മൾ മിക്സിയിലിട്ടാൽ മിക്സിയുടെ പണി അങ്ങ് തീർന്നു പോകും. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കില്ല, എന്നാലും അതിൻ്റെ പച്ചവാസന ഒന്ന് പോട്ടെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ശർക്കര, എന്നെ സംബന്ധിച്ച് ഈ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക്കായി തോന്നിയത് ശർക്കര പൊടിക്കാനായിരുന്നു കേട്ടോ. വളരെ പ്രയാസപ്പെട്ടാണ് കുത്തി പൊടിച്ചത്. കുത്തുന്ന സമയത്ത് ഈ ഭയങ്കര സൗണ്ടുമായിരുന്നു. എന്താണെന്നറിയില്ല, എക്കോ അടിച്ച പോലെയായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ട് അതിനെല്ലാം കൂടെ തല്ലി പൊട്ടിച്ചെടുത്ത് ആദ്യം ഞാൻ ഒരു വാക്കത്തേക്ക് വെച്ച് വെട്ടാനാണ് നോക്കിയത്. പക്ഷേ കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മൾ ഇടികല്ല് തന്നെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ഇടിച്ചെടുത്തു. എന്നിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തും കൂടി എടുത്തപ്പോൾ കറക്റ്റായിട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരി, തേങ്ങ, നമ്മുടെ ശർക്കര ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി നന്നായി പൊടിച്ചു. അതുപോലെ നമ്മൾ തേങ്ങ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കൂട്ടിക്കുഴച്ചിട്ട് നന്നായി അങ്ങ് ഉരുട്ടിയെടുത്ത് അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് തന്നെ നമ്മൾ ആ പാത്രത്തിലുള്ള എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കുക, കാരണം ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് അരിയുണ്ട. അവൻ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരേ ഒരു സാധനം അരിയുണ്ട മാത്രമാണ്. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കും കൂടെ കൊടുക്കണം. പിന്നെ എനിക്ക് കൊതി പൂത്തിട്ട് ഞാനും ഒന്ന് എടുത്ത് കഴിച്ചു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അരിയുണ്ട ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.